അപ്പൊ ചെസ് നമ്പർ 1 ട്രിക്കി ഗോഡ് വന്നോ അണ്ണാ can I stand here? നീ അവിടെ നിന്നോ ഞങ്ങൾ ഗാങ് ഫണ്ട് കളക്ട് ചെയ്യണം. ട്രിക്കി ഇവിടെ ഉണ്ടോ വാ ഗ്യാങ് ഫണ്ട് കളക്ഷനിൽ ഗ്യാങ് ഫണ്ട് എങ്ങനെ വേണേ തരാം. അതിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടാക്കിയാലും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അത് ടാസ്ക് കോഡ് ഇല്ല. ഇനിയിപ്പോ ടാസ്ക് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഓടാ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. വരാനൊരു ബുദ്ധിമുട്ടവന്. ചന്ദ്ര എവിടെ നിന്നോടാ ഹായ് ട്രക്കി. എന്താടാ ഇപ്പൊ കാണാറില്ലല്ലോ അധികം. വയ്യായിരുന്നേ, കയ്യും കാലൊക്കെ കുറച്ച് വേദന ഉണ്ടേ. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാ, കൊറേ കഷ്ടപ്പെട്ടില്ലേ സത്യം. നമ്മളെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഗ്യാങ് പോലെയാണ്. സത്യം നമ്മളെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് എന്റെ ഗ്യാങ് പോലെയാണെന്നാ. ബ്രോ എന്തിനാ അടിച്ചിട്ടാ നിക്കുന്നത്? അല്ല 242 എന്തൊക്കെയാണോ ഓരോരുത്തന്മാര് പറഞ്ഞത്? നമ്മുടെ എനിക്ക് എന്റെ ഗ്യാങ് പോലെയാണത്. 300 തുളസി 300 മാവ്. ഓക്കെ ഓൾ ഗുഡ്. ഇവിടെ കാണുമല്ലോ ഇപ്പൊ ഇനി അങ്ങോട്ടല്ലേ? അത് ഇനി ഫുൾ ഉണ്ടെണ്ണ, ഇനി ഫുൾ ഉണ്ട്. ഇനി ഞാൻ ഇല്ലാത്തൊരു ദിവസം ഇല്ല സിറ്റിയില്, ഞാൻ ഇല്ലാത്തൊരു ദിവസം കംപ്ലീറ്റ്ലി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം വേറെ പണ്ടായിരുന്നു നീ ഇത് പറയുന്നെങ്കിൽ ഞാൻ അധികം ശ്രദ്ധിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ വല്ലപ്പോഴേ വരത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ അല്ല. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഞാൻ വരുവാണ്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് ഇപ്പം. അതുകൊണ്ട് ഞാൻ നോക്കും. ഇപ്പൊ ശ്രദ്ധിക്കണം. ഇവനെ പറഞ്ഞു വിടുന്നല്ലേ, ഇവൻ നിന്ന് തർക്കിക്കും. അടുത്ത് ഞാൻ തരാം. എനിക്ക് ചിലപ്പോ ഒന്ന് പുറത്തു കൊണ്ടുവരും. ഓക്കെ. അപ്പൊ ഉത്തരവാദിത്വം ഇല്ല, ഇവിടെ നിന്ന് പിരിക്കാനുള്ളതൊന്നും ഇല്ല. ആദ്യമേ വന്ന് തന്ന് ഒഴിവാക്കി പോവാ. നേരത്തെ പണിക്കാരെ ഐ ഡി 242 499 തുളസി 499. ട്രിക്കി ഗോഡ് 300 തുളസി 300 മാവ്. ചന്ദ്രബോസ് 499 തുളസി 499 മാവ്. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇതിന്റെ കൂടെ ഞാനും ഇങ്ങോട്ട് കുറച്ച് ദിവസം ഇവിടെ കാണത്തില്ല, അറിയല്ലേ? കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര ദിവസം കിട്ടി? അത് എണ്ണം അവന്റെ മിനിമം 14 മുതൽ 24 വരെ കിട്ടുമെന്നാണ് ചാൻസ് കൂടുതൽ. 14 എന്തായാലും കാണുമെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. അല്ല 14 വേറൊരു വകയിലുണ്ട്, ഇവിടെ ഒരു 14. അപ്പൊ ചന്ദ്ര ഒരു കാര്യം പറയട്ടെ, ചന്ദ്ര ട്രിഗർ ആവാൻ പാടില്ലടാ. നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കണം എല്ലാരോടും. സത്യം ഇതെന്റെ കയ്യിൽ നിന്ന് പോയാണ്. വിളിക്കുന്നവര് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, വിളിക്കുന്നവര് മാത്രം. ഇത് പെട്ടെന്ന് തെറ്റാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നാളെ കോടതിയിൽ വിളിപ്പിക്കുക. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് കയറാൻ പറ്റുമല്ലോ എന്തായാലും. എന്നാ കോടതിയിൽ വിളിപ്പിച്ച് ഞാൻ വരും എന്തായാലും വരും. ബാബുനെ വിളിക്കണേ. ഹലോ ബാബു, ബാബുവിനെ വിളിക്കണം. പറയല്ലേ വേറെ ഒന്നും എന്റെ അടുത്ത് ഇല്ലടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടോടാ. ഞാൻ ഇപ്പൊ എന്തിനു പോണെന്ന് അറിയാവണേ. ഒരാള് ഇങ്ങനെ വിളിച്ച് വാസ്തുവിന്റെ മറ്റേ പേരില്ലേ, എന്നാ എന്നെ അനാവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. അണ്ണനെ പറഞ്ഞു അതിനാണോ അപ്പൊ ഇവൻ തന്തക്ക് വിളിച്ചു. ഞാനങ്ങനെ അങ്ങനെയാണ് പോണത്. വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. 5 ദിവസം അണ്ണായി, 5 ദിവസം ഞാൻ. നിന്റെ ആ ഒരു ഇത് ഉത്തരവാദിത്തം കൊള്ളാം ചന്ദ്ര. എനിക്ക് വേണ്ടി നീ അത് പറഞ്ഞല്ലോടാ. പറഞ്ഞ നന്ദിയുണ്ട്. പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അണ്ണാ അപ്പൊ അണ്ണന്റെ മോനെ പൊന്നുപോലെ നോക്കണം. അണ്ണ എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്ന ഇവിടെ. ടിക്കറ്റ് വലിച്ചേരാ. ടിക്കറ്റ് വലിച്ചത് ചോട്ട മുമ്പേലെ. ഓ
CM ല് പുണ്ടച്ചികളാണല്ലേ? ഓ അമ്മ ഇതുപോലെ വിളിച്ചേ. അല്ലല്ല, അവന്മാരുടെ POV ല് കേട്ടാലല്ല ബാനുള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അവന്മാരുടെ POV കേൾക്കണം, അതാണ് നിയമം. എന്റെ അടുത്ത് കഴിഞ്ഞ ചെന്നപ്പോഴും പറഞ്ഞായിരുന്നു. പുണ്ടച്ചികളുടെ കാര്യം ഇതുപോലെ ഫ്രസ്ട്രേറ്റഡ് വാണങ്ങളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അവനാണെങ്കിൽ അവന്റെ ജീവൻ തീർന്നു. ശരി, പോട്ടെ. ഉത്തരവാദിത്വം നോക്ക്. അടുത്തത് ബാബുവാ. മള്ളി പറയടാ. പോയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ നേരത്തെ 100 തന്നത് 1000 ആയിട്ടാണ്. അപ്പൊ 1000 ഡീറ്റെയിൽ പറഞ്ഞു മതി, കുഴപ്പമില്ല. 100 തന്നെ 1000 ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല. 100 തന്നു. ഓക്കെ, ബാക്കി 200 തരാൻ എത്രയാണ് മള്ളി? 242. മറ്റേ 1000 ഉണ്ടെന്നാണ് പറഞ്ഞ വാസു. അയ്യോ 1000 ഒന്നുമില്ല. സത്യമായിട്ട് ഉണ്ട്. മറ്റേ 1000 ഉണ്ട്. ബാബു 501 തുളസി, 501 നേരത്തെ 502. അതൊക്കെ അതിന്റെ ആവശ്യം. ബാക്കി മള്ളി ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ എത്തിക്കാം. അയ്യോ മറ്റേ കൊറേ ഉണ്ട്. ബർത്ത്ഡേ ഭാഗമായിട്ട് ഒരു കൊറേ സാധനം കിട്ടിയിട്ടുണ്ട്. കള്ള അടുത്ത ഗ്യാങ് ഫണ്ട് ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ വെക്കണേ പറ്റുവാണെങ്കിൽ. പോയിട്ടോ. അപ്പൊ എന്തായാലും ചന്ദ്രൻ എന്തോ മെസ്സേജ് അയക്കുന്ന കേട്ടാ. നീ അടുത്ത ഒരാളെ വിളിച്ചോ. നീ വിളിച്ചോ. ഐ മിസ് യു. അവന്മാരുടെ അവിടെ എന്തിനാണ് നിക്കുന്നത്? മിസ് യു ടു. ഹലോ വാസു. അത് വിളിക്കാം. നീ വെളിയിൽ നിന്ന് എല്ലാരും അകത്തുനിന്ന് വന്നപ്പോ നീ വെളിയിൽ നിന്ന് വരുന്ന അനിയാ, നീ ഇവിടെ വെളിയിൽ നിന്ന് നമ്മാര് കല്ലൊക്കെ അടിച്ച് ഇവിടെ പുറത്തൊക്കെ എത്തി. അറിയത്തില്ല എങ്ങനെയാ നീ കല്ലടിച്ചതൊക്കെ വെടിവെക്കുന്നതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇത് ചെയ്തായിരുന്നു എന്നാണ്, നമ്മളെ ഗ്രൈൻഡ് ചെയ്തോന്നാണ് അറിയേണ്ടത്. അണ്ണാ നമ്മ അറിയാല. അണ്ണാ ഐഡി പറ. ഐഡി 242. അണ്ണാ സെറ്റ് പറയല്ലേ. TVS Steve 1111 മാവ്, 1111 തുളസി. വിഷയമാണോ? അണ്ണാ ഇതിന്റെ കൂടെ അമ്മ സിറ്റിയിലെ TDMല് ഫസ്റ്റ്, ഗ്രൈൻഡിങ്ങില് നമ്പർ 1, കില്ലില് നമ്പർ 1, സിറ്റിയിലെ ഏറ്റവും കേടിയുള്ളത് ഇവനാണെന്നല്ലേ? 2 കേടിക്ക് മേളിലാകെ മാത്രമേ ഉള്ളൂ. 2.6 എന്തോ എന്റെ അമ്മ. 2.37 ഞാൻ 37 ആയല്ലേ? 2.37. എന്റെ പൊന്നെ, ഞാൻ 1 കേടിയായി. ഇത് എങ്ങനെയോ നക്കി ഞാൻ 1 കേടിലെത്തി. 2.3 കേടിയോ? 2.5 ലക്ഷം. ഞാൻ 2 ദിവസത്തിൽ എത്തും. ചലഞ്ചാണ്. അതെനിക്ക് ചലഞ്ച് തന്നായിരുന്നു. എന്നാലും നമ്മുടെ ഫയലൊന്നും കൊള്ളത്തില്ലാന്നാലോ പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല, കുഴപ്പമില്ല. എനിക്കിപ്പോ കുറച്ച് ലക്ക്. സ്നൈപ്പിന്റേത് ഒരു വാറൂടെ നോക്കും, ഒരു വാറൂടെ എനിക്ക് കില്ലെടുക്കാൻ പറ്റില്ല. നിന്റെ ഇടാം. അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ഏട്ടാ അണ്ണ അറിയാല. പിന്നെ അണ്ണൻ ഫയലിന് മാത്രമേ അക്യൂഷൻ കാണത്തുള്ളൂ. അതൊക്കെ അണ്ണൻ താങ്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ. ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആണ്. പിന്നെ എന്തോ വേണം സെറ്റ്. നമ്മളെ തിരക്കട്ടോ ഇത്ര ചട്ടി ഉണ്ടായിരുന്നു. ഓക്കെ സെറ്റ്. ഇവന്മാരെ രണ്ടുപേരെ വിളിച്ചിട്ട് ഒരു വട്ടോടെ സമ്മതിക്കാനുള്ള ഇതുണ്ടോന്ന് ചോദിക്കാം. ആരാണ് രണ്ടുപേരും നിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാം. കണ്ണാപ്പി പോയും ഇത്തരത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലേ. അത് സമ്മതിക്കാതിരിക്കാനുള്ള ഗട്സ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പുറത്തപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇമാർക്ക് ഒരു ആക്ഷൻ കൊടുക്കണം. ഇല്ല, ആക്ഷൻ എടുക്കുന്നുണ്ട്. അതിപ്പോ പറയാൻ വേണ്ടിട്ടാണല്ലേ. ഒരു വട്ടോടെ ചോദിക്കുവാണ് ബോബോയ്, കണ്ണാപ്പി
എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇതാക്കാം. അല്ലെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാങ് ഫണ്ട് തന്നിട്ട് പോവാം. ചെയ്ത് പറഞ്ഞ ആ ചെയ്തതും കൂടി അങ്ങ് പറ. ഒരു തെറ്റ് പറ്റിപ്പോയി. എന്ത് എന്താണ് തെറ്റ്? നമ്മള് വിചാരിച്ച പോലെ സംഭവിച്ചാല് നമ്മള് വിചാരിച്ച പോലെ നടന്നില്ല അണ്ണാ. അത് സംഭവം ഇടയ്ക്ക് എവിടെയോ ഒന്ന് പാളിപ്പോയണ്ണ. അതാണ് ഇടയ്ക്ക് എവിടെയാ കണ്ണാപ്പി കണ്ണാപ്പി നിന്റെ വാക്കി നിന്റെ പേരിന്റെ മുമ്പിലത്തെ 3 അക്ഷരം എന്തോന്ന് അറിയോ നിനക്ക്? അറിയാം. എന്താണ്? എന്താ അത്? ആ ഗ്യാങ്ങിന്റെ ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മുടെ കൂട്ടത്തിലല്ല, ഞാൻ പറയണേക്ക് നമ്മുടെ കൂട്ടത്തിലെ 2 പേര് അവിടെ നിൽക്കുമ്പോൾ ഞാനും സരക്കും, ലീഡർ കോ ലീഡർ, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്റെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്കത് ഇതാണോ, ഫണ്ണാണോ, കാര്യമായിട്ടാണോ, നിങ്ങളെ അടിക്കുന്നു ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും റിയാക്ട് ചെയ്യാതെ ഞങ്ങൾ നിൽക്കുമ്പം ലൈക്ക് ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് വന്നേരം. നമ്മളാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായി. അതാണ് അവരൊന്നും ചെയ്തിട്ടില്ല. അവര് കൊടുത്ത കാര്യം നല്ലതുപോലെ ചെയ്തു തന്നു. അവര് നല്ല രീതിയിൽ തന്നു. ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് കൺഫ്യൂഷൻ തോന്നി, ഇനി ഇത് റിയൽ ആണോ എന്ന്. അതുപോലെ നന്നായിട്ട് ചെയ്ത് SRR. അത് SRR അല്ല, വേറെ ഏതെങ്കിലും ഗ്യാങ് ആയിരുന്നെങ്കിൽ ഇത് ഗ്യാങ് വാറിലെ അവസാനിക്കായിരുന്നു. പക്ഷേ ഈ ചെയ്തത് വലിയ മിസ്റ്റേക്കാണ്. നമ്മുടെ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ആ ഒരു വഴി ചിന്തിച്ചില്ല. കാരണം നമ്മളൊരു ആർപ്പ് ചെയ്യുന്നതിന് പോസിറ്റീവ് നെഗറ്റീവ്